എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു ഫ്രീ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം, ഒരു എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രീ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ പ്ലാനോ അങ്ങനെയൊന്നും വരുന്നില്ല. സീറോ കോസ്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു, നിലവിൽ നമ്മൾ ജോലി ചെയ്യുന്നതിന് കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇനി ഫുൾ ടൈം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രവാസികൾ, വീട്ടമ്മമാർ, സ്റ്റുഡൻസ് ആർക്കും ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂരാണ് ഇതിൻ്റെ മെയിൻ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി, അദ്ദേഹം തൃശ്ശൂരുകാരൻ തന്നെയാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1998 പാർട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 10 വർഷത്തിന് ശേഷം 2008 ഇത് ഒരു ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. കമ്പനി നാളിതുവരെയായിട്ട് ഈ ഒരു ടൈമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ, MLS സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്ലിക്കേഷൻ ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ നിലവിൽ കമ്പനി ഇപ്പോൾ 26 വർഷം പൂർത്തിയാക്കി 27ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന കമ്പനി വേൾഡിൽ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത് ഇൻറ്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി അറിയപ്പെടുന്നത്. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻറ്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ ലീഗൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു കമ്പനിയിലേക്കും അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കമ്പനിയുടെ ലീഗൽ വശങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ കയറിയിട്ട് MySaving.in എന്നുള്ള വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റും നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 100% ലീഗൽ ആൻഡ് ജെനുവനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന ഈ ഒരു കമ്പനി. ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്ന് പറയുന്ന ഒരു മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. നമ്മൾ നേരിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യരുത്. നമുക്ക് ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ ഞാൻ വരും സ്ലൈഡുകളിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സേവ് ആപ്പ് എന്ത് ചെയ്യാം, നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതൊരു മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആയി കിട്ടാനുള്ള ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് സേവ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 16ഓളം ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു മനുഷ്യന്, ഓരോ വ്യക്തികൾക്കും അതല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ തന്നെയുള്ള യൂട്ടിലിറ്റി സർവീസ് ആയിട്ടുള്ള മൊബൈൽ റീചാർജും DTH റീചാർജും ഇവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും. ഇതിലൂടെയാണ് നമുക്ക് നല്ല രീതിയിലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയിലോട്ട്, ഈ സേവ് ആപ്പിലോട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ 3 വിധത്തിൽ നമുക്കിതിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റും. ഒന്ന്, ഫ്രീ യൂസർ, 1 രൂപ പോലും കൊടുക്കേണ്ട സീറോ കോസ്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. രണ്ടാമത് വരുന്ന ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്ന ഒരു കാറ്റഗറിയാണ് ആക്റ്റീവ് യൂസറും ഫാമിലി യൂസറും. അപ്പോൾ ഫ്രീ യൂസർ എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബിൻ്റെ വീഡിയോ ആരാണോ അയച്ചു തരുന്നത് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് തരും. നമുക്ക് ആദ്യം ഇതിൽ പേരും ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലുള്ള യൂട്ടിലിറ്റി സർവീസ് ആയിട്ടുള്ള മൊബൈൽ റീചാർജും DTH റീചാർജും ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അതിലൂടെ നല്ല രീതിയിലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ ആയിട്ടാണ്. നമ്മളിതിൽ 1 രൂപ പോലും കൊടുക്കുന്നില്ല. സീറോ കോസ്റ്റിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 50 രൂപ ക്യാഷ് ബോണസ് തരുന്നുണ്ട് കമ്പനി. പിന്നെ നമ്മൾ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യം റീചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു 49 രൂപ കൂടി കമ്പനി ക്യാഷ് ബോണസ് ആയിട്ട് തരും. കാരണം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജൊക്കെ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്, 1.90, 2 രൂപയൊക്കെ. അതൊന്നും ഇവിടെ നമ്മൾ കൊടുക്കേണ്ട. റീചാർജ് ചെയ്യുന്ന സമയത്ത് റീചാർജ് ചെയ്യുന്ന എമൗണ്ട് മാത്രം കൊടുത്ത് റീചാർജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, കമ്പനിയിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്ന ലാഭം ഉണ്ടാവും. ഈ ജിയോ, എയർടെൽ, VI, BSNL ഇവർക്ക് കമ്പനിക്കൊരു ലാഭം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു 20% സേവ് ആപ്പ് ആരാണോ ഉപയോഗിക്കുന്നത്, ആരാണോ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അവർക്ക് തന്നെ വീതിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ സീറോ കോസ്റ്റിൽ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഒരു 99 രൂപ ക്യാഷ് ബോണസ് കിട്ടി. അതിന് പുറമെ നമുക്ക് ഓരോ റീചാർജ് ചെയ്യുമ്പോഴും ക്യാഷ് ബാക്കായിട്ട് 20% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റീചാർജ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സേവ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡും ഫോൺ നമ്പറും വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ മണി മാനേജ്മെൻറ്റാണ് 16ഓളം ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. ഈ ഫീച്ചേഴ്സുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മാത്രം നമ്മൾ ആക്റ്റീവ് യൂസറോ ഫാമിലി യൂസറോ ഒക്കെ ആയിട്ട് ഇതിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ യൂട്ടിലിറ്റി സർവീസ്, മൊബൈൽ റീചാർജ്, DTH റീചാർജ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊബൈൽ റീചാർജ് അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ റീചാർജൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടി നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കോൺടാക്റ്റിൻ്റെ ഇത് കാണാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് ഫോണിലുള്ള കോൺടാക്ട് ലിസ്റ്റ് അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തെ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ റീചാർജ് ചെയ്യുവാനുള്ള ഫോൺ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്പർ മാറിപ്പോകരുത്. റീചാർജ് ചെയ്യുവാനുള്ള നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഗൂഗിൾ പേ എന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും 1.90 അധികമായിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അധിക ചാർജൊന്നും ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ എയർടെൽ, BSNL, VI, ജിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിം ഏതാണ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ സിം ജിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജിയോയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സിം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ജിയോയുടെ പ്ലാൻ ഇവിടെ കംപ്ലീറ്റ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനാണ്. അതുകൊണ്ട് ആ പ്ലാനിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇത് നമ്മൾ ഗൂഗിൾ പേക്ക് പകരം ജസ്റ്റ് സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്ത് ആ പ്ലാറ്റ്ഫോം മാത്രമേ മാറുന്നുള്ളൂ. കംപ്ലീറ്റ് പ്ലാൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സേവ് ആപ്പിൻ്റെ പ്ലാൻ ഒന്നുമല്ല. അതുപോലെ തന്നെ മുകളിൽ ഡാറ്റ, ടോക്ക് ടൈം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൂടിയുണ്ട്. സേവ് ആപ്പിൻ്റെ പ്ലാനോ കമ്പനിയുടെ പ്ലാനോ ഒന്നല്ല ഇവിടെ വരുന്ന നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാനൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാൻ ഞാനിപ്പോൾ 666 ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ അവിടെ 666 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. 666 മുകളിൽ അടുത്ത പേജിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, സബ്മിറ്റ് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ വരുമ്പോൾ ബാക്ക് പോകരുത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അടുത്ത പേജിൽ ചെയ്യുന്ന ആൾ പേര് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് അതൊന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വേണ്ട. ആ ചെക്കൗട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാർഡ് വെച്ചിട്ടാണോ നെറ്റ് ബാങ്കിങ്, UPI എങ്ങനെയാണോ ക്യാഷ് അയച്ചു കൊടുക്കുന്നതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ UPI വഴി ആണ് ചെയ്യുന്നത്. അപ്പോൾ UPI അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. അടുത്ത പേജിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പേ ബൈ എനി UPI ആപ്പ് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് UPI വെച്ചിട്ടാണ് ഞാൻ നേരിട്ട് ഗൂഗിൾ പേയിലോട്ടാണ് പോകുന്നത്. ഫോൺ പേ, Paytm വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗൂഗിൾ പേയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാകുക. കാരണം നമുക്കറിയാമല്ലോ ഗൂഗിൾ പേയുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അവിടെ ഓൾറെഡി എമൗണ്ട് 666 വന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഗൂഗിൾ പേ വഴി ക്യാഷ് അയച്ചു കൊടുക്കുന്നു. റീചാർജ് ചെയ്യുന്നത് നമ്മുടെ സേവ് ആപ്പ് വഴി. ക്യാഷ് അയച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ഇത് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. റീചാർജ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര റീചാർജ് വേണമെങ്കിലും ചെയ്യാൻ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഫ്രീ ആയിട്ട് വന്നുകൊണ്ട് അതിലൂടെ തന്നെ നമുക്കൊരു പാസീവ് ഇൻകം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, കാരണം നമുക്ക് ഇപ്പോൾ സേവ് ആപ്പ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ 4-5 റീചാർജൊക്കെ വരുന്നുണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനു വേണ്ടി നമുക്ക് MySaving.in വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് MySaving.in വെബ്സൈറ്റ്. അതിൽ കയറിയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടി ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം സൈനിങ് കൊടുക്കുക. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഡാഷ്ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മെനു ബാറിൽ പോയിട്ട് റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റും. റിപ്പോർട്ട്സ് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരുമ്പോൾ മൈ റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. മൈ റീചാർജ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് നേരത്തെ റീചാർജ് ചെയ്തിട്ടില്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയുള്ളത് കാണാം. ഇവിടെ ഞാൻ ജിയോയുടെ 666 ചെയ്യുന്ന സമയത്ത് അധിക ചാർജൊന്നും കൊടുത്തില്ല. ഗൂഗിൾ പേ ആണെങ്കിൽ 2 രൂപ അധികം കൊടുത്തിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 79 പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു. ഗൂഗിൾ പേ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതിൻ്റെ തൊട്ട് മുകളിൽ 1.51 ഞാൻ കഴിഞ്ഞ BSNL റീചാർജ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയുള്ള എമൗണ്ടാണത്. വെറും 197 രൂപയുടെ BSNL ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ജിയോ എയർടെൽ അത്യാവശ്യം ചെറിയ രീതിയിലാണ് നമുക്ക് കമ്മീഷൻ തരുന്നത്. ഈ മറ്റുള്ള BSNL, വോഡഫോണൊക്കെ അത്യാവശ്യം പൈസ നമുക്ക് കമ്മീഷൻ തരുന്നുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ട് നമുക്ക് 99 രൂപയൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈ ക്യാഷ് വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. MySaving.in നമ്മളെ ബിസിനസ് സൈറ്റിൽ ഇവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ കിട്ടി, പിന്നെ ഒരു 49 രൂപ, അങ്ങനെ 99 ആ ടോപ്പിൽ കാണുന്നത്. അതിന് തൊട്ട് താഴെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ചെയ്യുന്ന സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കാണ് അവിടെ കാണുന്നത്.
അതിൻ്റെ താഴെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ് 62 രൂപ അങ്ങനെ കിട്ടുന്നത്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് 170 രൂപ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് 250 രൂപയാകുമ്പോൾ നമുക്ക് നേരിട്ട് ബാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതുവരെ അത് അവിടെ നമ്മുടെ വാലറ്റിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര റീചാർജ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വന്നതുപോലെ തന്നെ നമ്മൾ ഒരു ലിങ്ക് കിട്ടും, ഈ ഷെയർ ലിങ്ക്. ഇത് വെച്ച് നമ്മളെ ഫ്രണ്ട്സിനെ റിലേറ്റീവിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരും ഇതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കും അവർക്കും എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്ന കാണിച്ചാൽ നമുക്ക് ആ ഷെയർ ബട്ടൺ എടുത്തിട്ട് വാട്സപ്പിൽ ഇതുപോലെ അയച്ചു കൊടുക്കുക. ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് ഇതുപോലെ അയച്ചു കൊടുക്കുക. ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം തന്നെ സേവ് ആപ്പ് നേരിട്ട് ഡൗൺലോഡ് ചെയ്യലുണ്ട്, അത് രജിസ്റ്റർ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പേര് കൊടുക്കുക, തെറ്റാതെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പേര് കൊടുത്തതിന് ശേഷം ഇന്ത്യ ഓക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ സെലക്ട് സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു. പിന്നെ ഫോൺ നമ്പർ, നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. ഞാനത് ചെയ്യുന്നില്ല. പിന്നെ ഇമെയിൽ ID, നമുക്ക് ഇഷ്ടപ്പെടുന്ന യൂസർ നെയിം, പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്യും. പിന്നെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ടാണ് നമ്മളെ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം ആളുകളിലൊക്കെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, വെറും 2 ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ആ 2ൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശരിക്കും ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രീ ആയിട്ട്. ഇതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ആ വരുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ 99+ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 20% ക്യാഷ് ബാക്ക് ഇതൊക്കെ അവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, മാക്സിമം സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുക. നമ്മളെ ലിങ്ക് മാക്സിമം ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഈ ഒരു അവസരം എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാ ആൾക്കാരും സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ അവർക്കും നമുക്കും എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഗൂഗിൾ പേ ആണെങ്കിൽ 1.90 എല്ലാ പ്രാവശ്യം റീചാർജ് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ 4-5 ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോണിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ 5 രൂപ 10 രൂപയൊക്കെ നമ്മൾ വെറുതെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കമ്പനി കിട്ടുന്ന ലാഭത്തിൽ നിന്ന് സംതിങ് ഈ 1 രൂപ 2 രൂപ 3 രൂപ 4 രൂപയൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ തരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരാണോ ഈ ഒരു വീഡിയോ അയച്ചു തരുന്നത് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരും. അതിൽ കയറിയിട്ട് നിങ്ങളെ പേരും ഫോൺ നമ്പർ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ എത്ര റീചാർജ് അത്രയും റീചാർജ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് നിങ്ങളെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് കൂടി ഈ ഒരു അവസരം ഇതിലൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് കിട്ടിയ ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള. അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സാണ് ഇത് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യണം. കാരണം അവർ വഴിയാണ് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം അവരിടുന്ന എഫേർട്ടിന് അവർക്ക് തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണം. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ കോൺടാക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഡയറക്റ്റ് വേറെ ആരും അയച്ചു തരാതെ അങ്ങനെ യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയതെങ്കിൽ നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ സേവ് ആപ്പിലൂടെ വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മികച്ച വിജയങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.